ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ചേന ഫ്രൈ തയ്യാറാക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇതുപോലെ ഉണ്ടാക്കി കഴിക്കാനായിട്ടും. ഇനി നമുക്ക് ഈ ചേന ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് 1/2 കിലോ ചേന നീളത്തിൽ കട്ട് ചെയ്ത് ഇതിന്റെ കറയെല്ലാം ഒന്നും മാറി കിട്ടുന്നതിനായിട്ട് അല്പം വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നതാണ്. ഇനി ഒരു പാനിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ചേർക്കാം. വെള്ളം തിളച്ചാൽ ഉടൻ തന്നെ നമുക്ക് ചേന കഷ്ണങ്ങളാക്കിയതാണ് ചേർക്കേണ്ടത്. ഇനി നല്ലതുപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ചേന 1/4 വേവായാൽ പിന്നെ നമുക്ക് വെള്ളം ഊറ്റി മാറ്റാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. പാൻ ചൂടായി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് തന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. കടുക് പൊട്ടിയാൽ ഉടൻ തന്നെ വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്തൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തൊന്ന് മുരിയിച്ചെടുക്കാം. കൂടെ തന്നെ 20 കൊച്ചുള്ളിയും കൂടി ചേർത്ത് വഴറ്റാം. ഉള്ളിയൊക്കെ ഒന്ന് വാടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മസാലപ്പൊടികളും കൂടി ചേർത്ത് വീണ്ടും നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം മസാലയിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. മസാലകൾ മുഴുവനും തന്നെ ചേന കഷ്ണങ്ങളിലേക്ക് പിടിച്ചു കിട്ടണം. അതുവരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. നല്ല മുരിമുരിപ്പായിട്ട് തന്നെ ചേന ഫ്രൈ റെഡിയാക്കി എടുക്കാനായിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് വേണം നമുക്കിതുപോലെ ഒന്ന് ചെയ്തെടുക്കാനായിട്ട്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചേന ഫ്രൈ ഇവിടെ റെഡിയാണ്. വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫുൾ വീഡിയോ കണ്ട് ട്രൈ ചെയ്ത് നോക്കാം.